എല്ലാ വർഷവും BSc നഴ്സിംഗിന് അല്ലെങ്കിൽ GNM അഡ്മിഷൻ നോക്കുന്ന കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പ്രത്യേകിച്ചും ഇപ്പം നിങ്ങളിപ്പോൾ കോളേജ് സെലക്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചർ നോക്കുന്നതിലോ ഒന്നുമല്ല മിസ്റ്റേക്ക് വരുന്നത്. നിങ്ങൾ അതർ സ്റ്റേറ്റ് അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ കുറേ കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നാട്ടിൽ നിങ്ങൾക്ക് +2 മാർക്ക് കുറവാണെങ്കിൽ പോലും കുറേ കുട്ടികൾ നാട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നാട്ടിലെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കും. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എത്രത്തോളം നീളുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെ നിങ്ങൾ നീട്ടി ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അതിന് ശേഷമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ എനിക്കിവിടെ കിട്ടില്ല, എങ്കിൽ പിന്നെ ഞാൻ അതർ സ്റ്റേറ്റിലേക്ക് പോകാം, തമിഴ്നാടോ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ നോക്കാം നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ആ ടൈമിൽ നിങ്ങൾക്ക് പറ്റാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടൈമിൽ ചെല്ലുമ്പം നിങ്ങളൊരു മെയ് അല്ലെങ്കിൽ ഒരു ജൂൺ അല്ലെങ്കിൽ ജൂലൈ ടൈമിൽ അഡ്മിഷൻ എടുക്കേണ്ട കോളേജുകളിൽ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ഫീസ് ആയിരിക്കില്ല നിങ്ങൾ ചെല്ലുമ്പോൾ ഉള്ള ഫീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നുള്ളൊരു കോളേജ്, ആ ഒരു കോളേജിൽ ഒരു മെയ് ജൂൺ ടൈമിലൊക്കെ ഒരു 10 ലക്ഷം രൂപയായിരുന്നു ഫീസ്. കാരണം ആ 10 ലക്ഷം രൂപയാണ് ആ കോളേജിൻ്റെ അമ്യൂണിറ്റീസ് ആയാലും ഫെസിലിറ്റീസ് ആയാലും ഹോസ്പിറ്റൽ ഫെസിലിറ്റി, ഹോസ്റ്റൽ ഫെസിലിറ്റി, അതിൻ്റെ ക്യാമ്പസ് ഫെസിലിറ്റി ഒക്കെ ആ 10 ലക്ഷം രൂപയുടെ ഒരു ക്വാളിറ്റിയാണ് ആ കോളേജിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ മെയ് ജൂൺ ജൂലൈ ടൈമിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തില്ല. നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഒരു ലാസ്റ്റ്, അതായത് ആ കോളേജിൻ്റെ അഡ്മിഷനൊക്കെ ഫില്ലായി ആ കോളേജിൽ ലാസ്റ്റ് 1-2 സീറ്റൊക്കെ കിടക്കുമ്പോഴായിരിക്കും നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷന് വേണ്ടി നിൽക്കുന്നത്. അപ്പം എന്താ പറ്റാൻ പോകുന്നത്? നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കേണ്ട ക്യാമ്പസിൽ നിങ്ങൾ 12 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കേണ്ടി വരും. ആർക്കാ നഷ്ടം? നിങ്ങൾക്കാണ് നഷ്ടം. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു 60 കുട്ടികളുണ്ടെന്ന് വെച്ചോ, ഒരു 50 കുട്ടികൾ അല്ലെങ്കിൽ ഒരു 55 കുട്ടികളും 10 ലക്ഷം രൂപയ്ക്ക് പഠിക്കുക, നിങ്ങൾ മാത്രം എക്സ്ട്രാ 2 കൂടെ കൊടുത്ത് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര ലക്ഷം രൂപ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും? പിന്നെ അതിലും പിന്നെയും കൂടാൻ പോകുന്ന നിങ്ങളുടെ ചിലവും കാര്യങ്ങളൊക്കെ ഈ 10+ അടയ്ക്കേണ്ട നിങ്ങൾ പിന്നെ 12+ അടയ്ക്കേണ്ടി വരും. 12 എന്നുള്ള ഞാനൊരു ഊഹക്കണക്ക് മാത്രം പറഞ്ഞാണ്. മിക്ക നല്ല കോളേജുകളിലും ലാസ്റ്റ് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് പൈസ വ്യത്യാസം വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നഴ്സിങ്ങിന് അതർ സ്റ്റേറ്റ് അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾ പ്ലീസ് നിങ്ങൾ വെറുതെ നിങ്ങളുടെ പൈസ വെറുതെ കൊണ്ട് കളയാതിരിക്കുക. നിങ്ങൾ വൈസായിട്ട് ഡിസിഷൻ എടുക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിൽ ഏകദേശം 80,000-ൽ പരം കുട്ടികൾ ഒരു വർഷം നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. BSc നഴ്സിങ്ങിന് മാത്രമാണ് കേട്ടോ ഞാൻ കണക്ക് പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ 80,000-ൽ പരം കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര സീറ്റുണ്ടെന്ന് നിങ്ങൾക്കറിയോ? 122 കോളേജുകളിലായിട്ട് 9,800 ചില്ലുവാനും സീറ്റുകൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. അപ്പോൾ ഈ 9,800 സീറ്റിന് വേണ്ടിയിട്ടാണ് അപ്പുറത്തെ സൈഡിൽ 80,000 കുട്ടികൾ മത്സരിക്കുന്നത്. എത്ര കുട്ടികൾക്ക് സീറ്റ് കിട്ടുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഫുൾ മാർക്ക് കിട്ടുന്ന